ഇപ്പൊ പൊതുവേ നമ്മളെ ഭക്ഷണക്രമത്തിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഇപ്പം അരി ഭക്ഷണം എല്ലാവരും കുറച്ച് ഇപ്പം ചോളം അതുപോലെ തന്നെ റാഗി മുത്താറിയൊക്കെ കഴിച്ചു തുടങ്ങി. ആളുകൾക്കൊരു ബോധവൽക്കരണം വന്ന് ചോറ് ഭയങ്കര ഷുഗറാന്നൊക്കെയുള്ള ഒരു പ്രശ്നം വന്നു. അതുപോലെ തന്നെ പഞ്ചസാരയും ഒടിഞ്ഞു. എല്ലാവരും വിത്തൗട്ട് ചായയും മധുരമുള്ള കേക്കും കഴിക്കുന്ന ടെൻഡൻസിയായി മാറി. ഭക്ഷണം ഒരു പരിധി വരെ നമ്മളെ വിശപ്പകറ്റും. അതിന്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ അത് വിഷമായി മാറും. ഈ രാത്രി കല്യാണങ്ങളിലൊക്കെ ഉള്ള അമിതമായ ഫുഡ് ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ സൽക്കരിച്ചിട്ട് വിഷം കൊടുക്കുന്നതിന് തുല്യ. നമ്മൾ കല്യാണങ്ങളിലൊക്കെ ഈ ഭക്ഷണമൊക്കെ കുറച്ചു കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മളെന്തിനാ നാട്ടുകാരെ മൊത്തം വിഷം കൊടുത്ത് തിരിക്കുന്നത്? വലിയ ലിമിറ്റ് ചെയ്ത് ഭക്ഷണം കൊടുക്കുക. അതാണ് നമ്മൾ സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മൾ ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അത് ശ്രദ്ധയോടെ കേൾക്കും. അപ്പൊ ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. ഈ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കരുത്. നമ്മൾ കേരളക്കാരൊക്കെ പൊണ്ണത്തടിയും ഷുഗറുള്ള ആളുകളും ക്യാൻസർ രോഗികളൊക്കെ ആയി മാറാനുള്ള ഒരു പ്രധാന കാരണം ഭക്ഷണം തന്നെ.